നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കഫക്കെട്ട് വിട്ടുമാറാതെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് കേരളത്തിലൊക്കെ തണുപ്പ് കൂടിയ ഒരു സമയത്തൊക്കെ കഫക്കെട്ട് ബാധിച്ചിട്ട് അത് പോവാണ്ട് ചുമയായിട്ടും കഫമായിട്ടും ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ചുമയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറുന്നതാണ്. തിപ്പല്ലി എന്ന ഒറ്റ ഒരു മരുന്നാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യം. നിങ്ങൾ ഒത്തിരി കുരുമുളകും ഒത്തിരി സാധനങ്ങൾ ചുക്കും എല്ലാം പൊടിച്ച് കഴിച്ചിട്ടുണ്ടാവും, ഹോം റെമഡീസ് ട്രൈ ചെയ്തിട്ടുണ്ടാവും, വിവിധ മെഡിസിൻസ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. കുട്ടികൾക്ക് അടക്കം കഴിക്കാവുന്നതാണ്, എല്ലാവർക്കും കഴിക്കാം. എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് തന്നെ യാതൊരു പ്രശ്നവുമില്ല, കഴിക്കാവുന്നതാണ്. തിപ്പല്ലിയാണ് നമുക്ക് വേണ്ടത്. പിപ്പല്ലി അല്ലെങ്കിൽ തിപ്പല്ലി എന്ന് പറയും. അതിൽ ചെറുതിപ്പല്ലിയാണ് കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ലോങ് പെപ്പർ എന്ന് പറയും. കുരുമുളക് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ആയുർവേദത്തിൽ അതിപ്രധാനമായ ഒരു മരുന്നാണ് പിപ്പല്ലി അല്ലെ തിപ്പല്ലി എന്ന് പറയുന്നത്. ഇത് പൈപ്പർ ലോങ്ങം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള നാമം. ലോങ് പെപ്പർ, വളരെ നീണ്ട പെപ്പറിൻ്റെ തിരി പോലെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു സസ്യത്തിലെ കായാണിത്. ഇത് റെസ്പിറേറ്ററി ഹെൽത്തിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ട്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റി കുറവാണ്, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നുണ്ട്, അതുപോലെ തന്നെ നാസൽ മൂക്കടപ്പ് വരുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും ശ്വാസ സംബന്ധമായ ബ്രോങ്കൈറ്റിസോ അലർജിയോ എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ തിപ്പല്ലി നിങ്ങൾക്ക് എടുക്കാം. ആയുർവേദ ഷോപ്സിലൊക്കെ തിപ്പല്ലി നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏറ്റവും നല്ലത് തിപ്പല്ലിയുടെ ആ മുളക് പോലത്തെ സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അത്ര ഹാർഡായിട്ടുള്ള സാധനമല്ല, കുരുമുളകൊക്കെ പൊടിയുന്ന പോലെ തന്നെ പൊടിയുന്നതാണ്. അപ്പോൾ കുറച്ചൊരു 200 ഗ്രാമൊക്കെ തിപ്പല്ലി വാങ്ങിച്ചുകൊണ്ട് വരിക. അത് തീർച്ചയായിട്ടും നന്നായിട്ട് മിക്സിയിൽ പൊടിച്ച് വെക്കുക. അരിക്കേണ്ട ഒന്നും ആവശ്യമില്ല, അതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അത് പൗഡറാക്കി വെക്കുക, ഫൈൻ പൗഡറാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ 1/4 ടീസ്പൂൺ വീതം 5 നേരമായിട്ട് നിങ്ങൾ തേനിൽ ചാലിച്ച്, ചെറുതേനുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്, അല്ലെങ്കിൽ സാധാരണ തേനിൽ ചാലിച്ച് 5 നേരമായിട്ട്, രാവിലെ 1/4 ടീസ്പൂൺ, അങ്ങനെ ഒരു ദിവസത്തിൽ 5 നേരമായിട്ട് ഡിവൈഡ് ചെയ്ത് ഇത് കഴിക്കുക എന്നുള്ളതാണ്. തേന് വേണ്ട എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് 1/4 ടീസ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിലും കഴിക്കാം. കുട്ടികൾക്കാകുമ്പോൾ 1/4 ടീസ്പൂൺ എടുക്കണ്ട, കുറച്ചും കൂടെ കുറവ് എടുത്തിട്ട് തേനിൽ ചാലിച്ച് കൊടുത്താൽ മതി. അടുപ്പിച്ചൊരു 5 ദിവസത്തേക്ക് കഴിച്ചോ. നിങ്ങൾക്ക് ഇപ്പോൾ വിട്ടുമാറാതെ നിൽക്കുന്ന ചുമയുണ്ടെങ്കിൽ, കുത്തി വരുന്ന ചുമ, വായിൽ ഇപ്പം കിടക്കുമ്പോൾ തൊണ്ടയിലൊക്കെ കഫം ഇറങ്ങി വരുന്ന അവസ്ഥ, കഫക്കെട്ട്, മഞ്ഞ നിറത്തിലുള്ള കഫം, എല്ലാ രീതിയിലുള്ള കഫ സംബന്ധമായ അസുഖങ്ങളും റെസ്പിറേറ്ററി അസുഖങ്ങളും മാറാൻ തീർച്ചയായിട്ടും ഗുണപ്രദമാണ്. അപ്പോൾ കുറേ മരുന്ന് ചെയ്ത് മടുത്തവരാണെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.